യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അത് കോടതിയിൽ തെളിയിക്കാനുള്ള മുഖ്യ സാക്ഷിയാണ് ആൻമരിയ. അവളൊരു പ്രധാനപ്പെട്ട തെളിവ് പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതെന്താ സാർ? മഞ്ചാടി എഴുതി വെച്ച ആത്മഹത്യാക്കുറിപ്പ്. ആത്മഹത്യാക്കുറിപ്പോ? അല്ല, പോലീസിനെ കണ്ടെത്താൻ പറ്റാത്ത ആ തെളിവ് എങ്ങനെ അവൾക്ക് കിട്ടി? മഞ്ചാടിയുടെ മുറി തുറന്ന് ആദ്യം അകത്ത് കയറിയത് ആൻമരിയായിരുന്നു. ആ സമയത്ത് ആരും കാണാതെ അവൾ ആ കത്ത് കൈക്കലാക്കി. നല്ല പഠിച്ച കള്ളിയാണല്ലോ സാർ അവള്. അവക്ക് വേണമെങ്കിൽ പോലീസിൽ നിന്ന് മറച്ചു വെക്കായിരുന്നു. പക്ഷെ അവക്ക് വലിയ പങ്കൊന്നുമില്ലാത്ത ഈ കേസിൽ നിന്ന് തല ഊരാനുള്ള തെളിവ് എന്ന നിലയിലായിരിക്കണം ആൻമരി അത് ഹാജരാക്കിയത്. ആത്മഹത്യാക്കുറിപ്പ് എടുത്തു മാറ്റിയെന്ന കേസ് അവളുടെ പേരിൽ നിലനിൽക്കും. എന്നാൽ മാപ്പ് സാക്ഷിയായ കോടതി ഇളവ് കിട്ടിയേക്കും. എന്തായാലും ആത്മഹത്യാക്കുറിപ്പ് മഞ്ചാടിയുടെ കൈപ്പടയിൽ തന്നെ ഉള്ളതാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കണം. അതിനു മുൻപ് ആൻമരിയയുടെ കൂടി മൊഴിയുടെ അടിസ്ഥാനത്തിൽ FIR ഇട്ട് ആസിഫിനെയും ജീവനെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ ഗോകുലിനെ റിലീസ് ചെയ്യാനും പറ്റിയേക്കും. പിന്നെ ഹോസ്പിറ്റലിൽ കഴിയുന്ന വിനയനെ കൂടി കോവളം കേസിൽ പ്രതിയാക്കേണ്ടതായി വരും. ഒരു ക്രിമിനൽ കേസിലെ പ്രധാന തെളിവ് പോലീസിന് മറച്ചുവെക്കുകയും ആ തെളിവ് പ്രതികൾക്ക് കൈമാറി പണമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നതുമാണ് വിനയനെതിരെയുള്ള ചാർജ്. അതിൽ നിന്ന് അവനെ ഒഴിവാക്കിയ